ഹായ് ഫ്രണ്ട്സ്, ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മൂരാട് പാലത്തിൻ്റെ മേലെയാണ് കേട്ടോ ഉള്ളത്. പാലോടി ഭാഗത്ത് നിന്ന് തുടങ്ങി പയ്യോട് ജംഗ്ഷനിൽ വരുന്ന ഫ്ലൈ ഓവർ വരെയുള്ള കുറച്ച് ഭാഗങ്ങളുടെ പുതിയ കാഴ്ചകളാണ് കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ വടകരക്കാരും കൊയിലാണ്ടിക്കാരും ഒക്കെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് അടിക്കുക, മുഴുവനായും കാണുക. പാലോടി പാലം മുതൽ മൂരാട് പാലം വരെയുള്ള ഭാഗം ഫുൾ ഓപ്പൺ ആണ്, എല്ലാവർക്കും അറിയാം. ഇവിടെ പാലോടി ഭാഗത്ത് ദിശാ ബോർഡുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. 48 കിലോമീറ്റർ കണ്ണൂരിലേക്ക്, മംഗലാപുരത്തേക്ക് 190 കിലോമീറ്റർ, 1083 കിലോമീറ്റർ പോയാൽ മുംബൈ എത്തും. ഇവിടുന്ന് തെക്കോട്ടേക്ക് 43 കിലോമീറ്റർ കോഴിക്കോട്ടേക്ക്, 227 എറണാകുളം, 508 കിലോമീറ്റർ കന്യാകുമാരി. മുംബൈയിൽ നിന്ന് കന്യാകുമാരി വരെയാണ് കേട്ടോ ഈ NH66 നീണ്ടു നിൽക്കുന്നത്. പലയിടത്ത് 4 വരി 2 വരിയൊക്കെയാണ് ഹൈവേ. നമ്മുടെ കേരളത്തിലാണ് 6 വരിയിൽ 2 ലൈൻ സർവീസോടക്കം 8 വരിയിൽ പാത പണി നടക്കുന്നത്. മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് ഈ പാത പോകുന്ന മറ്റ് സംസ്ഥാനങ്ങൾ. കർണാടകയിൽ അർജുനും ലോറിയും കുടുങ്ങിയ ശിരൂരിലെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെയൊന്നും 6 വരിയോ സർവീസ് റോഡോ നിലവിലില്ല. കർണാടകയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്ര ആയാലും തമിഴ്നാടായാലും അവർക്ക് പ്രധാന ഹൈവേകൾ 6 വരിയിലും 8 വരിയിലും 10 വരിയിലുമൊക്കെ വേറെയുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മുടെ പ്രധാന ഹൈവേ ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് വലിയ വില കൊടുത്ത് തന്നെ ഈ ഒരു പാത സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഒന്നിച്ച് നടപ്പാക്കുന്നത്. 9 ജില്ലകളിലൂടെയാണ് കേരളത്തിൽ ഹൈവേ കടന്നു പോകുന്നത്. അതിൽ കുറേ സ്ഥലത്ത് ഏകദേശം 6 വരിയൊക്കെയായി. മാഹി തലശ്ശേരി ബൈപ്പാസ് മുഴുവനായും തുറന്നു കൊടുത്തു. അതുപോലെ മുഴുവനായും ഓപ്പണായ ഒരു റീച്ചാണിത്. കേരളത്തിലെ ഏറ്റവും ചെറിയ റീച്ചാണ്, 2 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ. E5 ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയാണ് കേട്ടോ ഇവിടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ റീച്ചായ അയ്യൂർ വെങ്ങളം റീച്ചിനിടയിൽപ്പെട്ടതാണ് പാലോടി മൂരാട് പ്രദേശം. അപ്പോൾ ഇവിടുത്തെ വർക്ക് പെട്ടെന്ന് തീരാൻ വേണ്ടിയായിരുന്നു വേറെ തന്നെ കരാർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നടന്നത് എല്ലാവർക്കും അറിയാലോ. ഇതൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നതാണ്. എന്തായാലും ഒരുപാട് സമയമെടുത്ത് പാലോടി മൂരാട് പാലത്തിൻ്റെ വർക്ക് E5 പൂർത്തിയാക്കിയിട്ടുണ്ട്. സർവീസ് റോഡിൽ ബസ് സ്റ്റോപ്പിൻ്റെ വർക്ക് ഇനിയും ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. ഹൈവേയിലൂടെയാണ് ബസ്സൊക്കെ പോകുന്നത്. ആളുകൾ ബസ് കാത്തിരിക്കുന്നതും ഹൈവേയിൽ തന്നെയാണ്. ഈ പാലോടി ഭാഗത്തെ പ്രത്യേകത കോൺക്രീറ്റ് റോഡാണ്. കുറച്ചുകൂടി സ്ട്രോങ് ആയി കിട്ടുമെന്നാണ് പറയുന്നത്. സാധാരണ ടാറിങ് ചെയ്യുന്ന റോഡിനേക്കാൾ ചിലവ് കൂടുതലാണ് ഇവയ്ക്ക്. പാലത്തിൻ്റെ മേലെയൊക്കെ ടാറിങ് തന്നെയാണ് ചെയ്തത്. അല്ലാത്ത ഭാഗങ്ങളിൽ ഇവിടെ പാലോടി ഭാഗത്താണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ 6 വരിയിൽ മഞ്ഞ കളർ ലൈനുകളായിരുന്നു തുടക്കത്തിൽ വരച്ചിരുന്നത്. പിന്നീട് അത് മാറ്റി വെള്ള കളർ തന്നെയാക്കി. മഞ്ഞ കളർ കാണാത്തത് കൊണ്ടാവും ഒരു പക്ഷേ കളർ മാറ്റിയിരിക്കുന്നത്. 2 സൈഡിലും കുന്നൊക്കെ ഇടിച്ചു നിരത്തിയാണ് കേട്ടോ റോഡ് വീതി കൂട്ടിയിരിക്കുന്നത്. പക്ഷേ സൈഡിൽ സോയിലിംഗ് ഒന്നും മുഴുവനായും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഈ ഭാഗം കണ്ടില്ലേ, മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ആ സൈഡിലൂടെ ചേർന്നുകൊണ്ടുള്ള ഗതാഗതം ഒഴിവാക്കിയിട്ടുണ്ട്. കുറച്ച് ഭാഗമാണ് കേട്ടോ ഇവിടെ ഇതുപോലെ സോയിലിംഗ് ചെയ്തിട്ടുള്ളത്. വടകരയുടെ പുതിയ MP ഷാഫി പറമ്പിൽ തൻ്റെ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന ഹൈവേയിലെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അധികൃതർ എത്രയും പെട്ടെന്ന് പരിഹാരം കാണട്ടെ. ഇനി നമ്മൾ മൂരാട് പാലത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ എന്ത് പറയാനാണ്, വാഹനങ്ങൾ സുഖകരമായി പോകുന്നു. പഴയ അവസ്ഥ ഓർമ്മയുണ്ടോ? ട്രാഫിക് ആയിരുന്നു ഫുൾ ടൈം. ഒരു ഭാഗത്തു കൂടി വാഹനങ്ങൾ പോയതിന് ശേഷമേ അടുത്ത ഭാഗത്തുള്ള വാഹനങ്ങൾ പഴയ പാലത്തിലൂടെ പോകാൻ സാധിച്ചിരുന്നുള്ളൂ. വളരെ പഴക്കമുള്ളൊരു പാലമായിരുന്നു അത്. അതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. സർവീസ് റോഡ് പോലും ആക്കുകയില്ല. കാരണം അത്രയും പഴക്കമുണ്ട്, ബലം കുറവാണ്. വളരെ ഒഴുക്കും ആയവും കൂടിയ ഒരു പുഴയാണ് മൂരാട് പുഴ. നിർമ്മാണത്തിനിടെ പില്ലർ ചെരിഞ്ഞത് വലിയ വാർത്ത ആയിരുന്നു. ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഗർഡറുകൾ ലോഞ്ച് ചെയ്തിരുന്നത്. ഗർഡറുകൾ ലോഞ്ച് ചെയ്യാനായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ സമയം വേണ്ടി വന്നിരുന്നത്. അപ്പോൾ ആ സമയത്തുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
മൂരാട് പാലം കഴിഞ്ഞതിന് ശേഷം വാഗാട് വർക്കെടുക്കുന്ന പ്രദേശമാണ്. വാഗാടിൻ്റെ വർക്ക് റീച്ചിലുടനീളം നീങ്ങുകയാണ്. ഇരിങ്ങൽ അണ്ടർപാസാണ് കേട്ടോ ഈ കാണുന്നത്. അണ്ടർപാസൊക്കെ കെട്ടിയിട്ട് കുറേ കാലമായി. പക്ഷേ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊന്നും എടുക്കുന്നില്ല ഇവിടെ. രണ്ട് സൈഡിലും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്. സർവീസ് റോഡ് എന്ന് പറയാൻ പറ്റില്ല, ഫുൾ പൊളിഞ്ഞു കിടക്കുകയാണ്. അതെങ്കിലും ഒന്ന് നേരെയാക്കിയിരുന്നെങ്കിൽ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ലായിരുന്നു. ഇവിടെ മാത്രമല്ല, ഈ റീച്ചിൽ ഉടനീളം ഈ ഒരു പ്രശ്നമുണ്ട്. ഇതിനിടയിൽ വർക്ക് അവസാനിച്ച ഭാഗങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നേരത്തെ കാലത്തെ വർക്ക് കഴിഞ്ഞതാണ്. തുടക്കത്തിൽ അത്യാവശ്യം സ്പീഡിൽ തന്നെയായിരുന്നു വാഗാടിൻ്റെ വർക്ക്. പിന്നീടായിരുന്നു മണ്ണ് കിട്ടാത്ത പ്രശ്നം മൊത്തത്തിൽ സ്ലോ ആയി. വീഡിയോയുടെ അവസാനം പയ്യോളി ജംഗ്ഷനിലാണ്. ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഒക്കെ ഉൾപ്പെട്ട അത്യാവശ്യം നല്ല ഒരു ടൗണാണ് പയ്യോളി. അതുകൊണ്ടാണ് ഇവിടെ ഫ്ലൈ ഓവർ വരുന്നത്. പില്ലറുകളുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ മറ്റു വർക്കുകളൊന്നും തന്നെ ഇപ്പോൾ നടക്കുന്നില്ല. പൊട്ടിപ്പൊളിഞ്ഞ സർവീസ് റോഡിലൂടെയുള്ള ദുരന്ത യാത്രയുടെ അവസാന ചിത്രമാണ് ഇവിടെ കാണാനാവുക. മഴ പെയ്താൽ വാഹനങ്ങൾ നീന്തുകയാണ് ഇതിലൂടെ. 2025 അവസാനത്തോടെ ദേശീയപാത കേരളത്തിലുടനീളം നിർമ്മാണം കഴിയുമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ റീച്ചിലെ മാത്രം വർക്ക് നോക്കിയാൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഹൈവേ കാഴ്ചകളുമായി വീണ്ടും വരാം.